നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കും മന്ത്രി M. ലിജു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ രേഷ് ബാബുവിന്റെ കസ്റ്റഡി മരണം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെക്കേ ഗോപുരനടയിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീര കർഷക ദിനം ആചരിച്ചു. കണ്ണാറ, പട്ടിക്കാട്, വിലങ്ങന്നൂർ മലയോര ഹൈവേ കമ്പനിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി M. ലിജു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരും ആകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി. പരിശീലനം പൂർത്തിയാക്കിയ 66 ട്രെയിനികളിൽ 41 ബിരുദധാരികളും 7 ബിരുദാനന്തര ബിരുദധാരികളും 8 ബിടെക് ബിരുദധാരികളും 1 MBA ബിരുദധാരിയും 1 BEd ബിരുദധാരിയും 6 ഡിപ്ലോമ ബിരുദധാരികളും ഉൾപ്പെടുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എക്സൈസ് അക്കാദമി കോമ്പൗണ്ടിൽ ഫലവൃക്ഷത്തൈകൾ നട്ട് മന്ത്രി നിർവഹിച്ചു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള പുരസ്കാരവും മന്ത്രി വിതരണം ചെയ്തു. അക്കാദമിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന അനീഷിന്റെ മരണാനന്തരമുള്ള ധനസഹായം അനീഷിന്റെ കുടുംബത്തിന് കൈമാറി. 1000ഓളം പേർ പങ്കെടുത്ത ചടങ്ങ് പ്രതികൂല കാലാവസ്ഥയിലും വർണ്ണാഭമായി. എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു, എക്സൈസ് അക്കാദമി ഡയറക്ടർ TM മജു തുടങ്ങിയവർ സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ ജോയിന്റ് ഡയറക്ടർ H. കൃഷ്ണകുമാർ, തൃശൂർ കോർപ്പറേഷൻ വാർഡ് കൌൺസിലർ, ജനപ്രതിനിധികൾ, മറ്റ് വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ രാജേന്ദ്ര ദേശ്മുഖ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ഡോക്ടർ KP ബിന്ദു സ്വാഗതം ആശംസിച്ചു. തൃശൂർ ജില്ലാ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ പരിസ്ഥിതി ദിന പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ്, KR ധന്യ, KR സ്മിത, S. ജയൻ തുടങ്ങിയവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ചടങ്ങിൽ വൃക്ഷത്തൈകൾ നടുകയും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. തൃശൂർ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ രേഷ് ബാബുവിന്റെ കസ്റ്റഡി മരണം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെക്കേ ഗോപുരനടയിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. BSNL ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ച സമരം ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു നന്ദിയും പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ധനുഷ് കുമാർ C, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീരാജ് KS, ഹർഷ വിനീത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീര കർഷക ദിനം ആചരിച്ചു. മാനാമംഗലം കട്ടിംഗ് 84-ാം നമ്പർ അങ്കണവാടിയിൽ സംഘടിപ്പിച്ച പരിപാടി കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ നളാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ റിജി പുറ്റാനിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജീവന ഉപസമിതി കൺവീനർ ആർദ്ര കണ്ണൻ, CDS മെമ്പർമാരായ മേരി തമ്പി, ശ്യാമ സതീഷ്, അനീഷ അനുരാജ്, അങ്കണവാടി വർക്കർ ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീര കർഷകയായ സിന്ധു രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു.
തുടർന്ന് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണങ്ങളെക്കുറിച്ചും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സുമ പ്രിയൻ ക്ലാസ് എടുത്തു. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റർ പ്രദർശനവും കുട്ടികൾക്ക് പാലും പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണവും ഉണ്ടായിരുന്നു. ആ പാല് തന്നെ നമുക്ക് ഇന്നിപ്പോൾ ആ പാൽ വിറ്റ് പിന്നെ പശുക്കളെ വളർത്തിയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരുപാട് കർഷകർ ക്ഷീരകർഷകരൊക്കെ ഉള്ള നാട്ടിൽ നമ്മുടെ ഒരു ക്ഷീരകർഷകരെ ആദരിക്കുന്ന കാര്യം കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് പാൽ കൊടുത്ത് നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം. കണ്ണാറ, പട്ടിക്കാട്, വിലങ്ങന്നൂർ മലയോര ഹൈവേ കമ്പനിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ചെന്നായിപ്പാറ എറമ്പത്തു വീട്ടിൽ മനീഷ് കുമാർ, മായ, പട്ടാമ്പി കൊമ്പം സ്വദേശികളായ ഹരേഷ്, ഗ്രീഷ്മ, അവന്തിക, ആദികേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 8-നായിരുന്നു അപകടം. പീച്ചി ഭാഗത്തേക്ക് പോയിരുന്ന കാറും പട്ടിക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന കാറുമാണ് നേരിട്ട് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 കാറുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം വേൾഡ് എൻവയോൺമെന്റ് ഡേയും വൃക്ഷത്തൈ നട്ട് ഫാദർ ജോൺ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചിറമേൽ നേതൃത്വം നൽകിയ ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് നോബി മേനാച്ചേരി, സെക്രട്ടറി ജോസ് നെല്ലങ്കര, ഡിജു ദേവസി, ഷീല സൈമൺ, സിജോമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ദിവസത്തെ ക്രമീകരിച്ചത്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ബോധം അല്ലെങ്കിൽ പരിസ്ഥിതി ബോധം അത് വളർത്തുവാനും പരിസ്ഥിതിയെ മലിനപ്പെടുത്താതിരിക്കാനും മരം നടുക എന്നുള്ളത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ഇനിയുള്ള തലമുറകൾക്കും ഇവിടെ വാസയോഗ്യമായ രീതിയിൽ ഈ പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു പരിസ്ഥിതി ദിനത്തിലും അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഇനിയുള്ള നാളുകളിലും പരിസ്ഥിതിയെ സംരക്ഷിക്കാനായിട്ട് കൃത്യമായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏവർക്കും സ്നേഹിക്കുന്നു. ആഗോള പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒല്ലൂർ ACP ഓഫീസ് അങ്കണത്തിൽ ഔഷധിയുമായി സഹകരിച്ച് ഔഷധത്തോട്ടം ഒല്ലൂർ ACP KP തോംസൺ ഔഷധ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഔഷധ ചെടികളുടെ വിതരണ ഉദ്ഘാടനം ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO ഫൈസലിന് നൽകിക്കൊണ്ട് ACP തോംസൺ നിർവഹിച്ചു. CPOമാരായ അരുൺ, ഷെറിൻ, ആൻഡോ ഡി ഒല്ലുകാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. പൊന്നൂക്കര മതിക്കുന്ന് ജൂനിയർ ബേസിക് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK തിലകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് സൗമ്യ, കൃഷി ഓഫീസർ നിമിഷ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രദീപ് കുമാർ, കൃഷി അസിസ്റ്റന്റുമാരായ അബ്ദുൾ ഖാദർ, മാർട്ടിൻ, പ്രിയ, വാർഡ് മെമ്പർ ബബിത ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും പച്ചക്കറി വിത്ത് വിതരണവും ഉണ്ടായിരുന്നു. ആചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതിലുപരി അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ആരും തന്നെ ശ്രമിക്കുന്നില്ല. എല്ലാ വർഷവും തൈ നടൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോരാ, നമുക്ക് നടന്ന തൈ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് ഒരു പരിധിവരെ നമുക്ക് വായു മലിനീകരണത്തിനും അതുപോലെ തന്നെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും മറ്റ് മലിനമാവാതെ നാളുകളിൽ നമ്മുടെ മക്കൾക്ക് നല്ല വായു ശ്വസിക്കാനും നല്ല വെള്ളം കുടിക്കാനുമൊക്കെ ഉള്ള ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ലോകമെമ്പാടും ഇന്ന് നടന്നു വരികയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതിനോടനുബന്ധിച്ച് നടന്ന തൈ നടൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇതിനെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെ ഇതൊരു മാതൃകയായി കണ്ട് കുട്ടികളും ഇതിൻ്റെ ഭാഗമായി വീടുകളിൽ അവരവരുടെ വീടുകളിൽ ഓരോ കുഞ്ഞു തൈ നട്ട് നിങ്ങളുടെ എന്താ പറയുക വീടുകളിലും ഈ പ്രവർത്തനം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നടത്തും. ഒല്ലൂർ സെന്റ് റാഫേൽ
CLP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ നീതു ജോസ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് സന്ദീപ് സഹദേവൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക പ്രിൻസി മാത്യു പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷിയ നിർവഹിച്ചു. MPTA പ്രസിഡന്റ് അലിൻ ശ്രുതി, അധ്യാപിക ജെറി CJ തുടങ്ങിയവർ പ്രസംഗിച്ചു. പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനവും ചങ്ങാതിക്ക് ഒരു മരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നുള്ളതാണ് ഈ വർഷത്തെ. കൂടുതൽ ക്ലാസ്സുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രകൃതി സംരക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഉപകാരമുള്ളതും ഈ പരിസ്ഥിതിക്ക് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. നമ്മളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക്. എല്ലാവർക്കും അറിയാമല്ലേ പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിഠായി കവറുകൾ, മറ്റു പ്ലാസ്റ്റിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് വലിച്ചെറിയാതെ അത് ഡസ്റ്റ്ബിന്നുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് നമുക്കൊരു മാതൃകയായി മാറും. വേദ മന്ത്രോച്ചാരണങ്ങളാൽ ധന്യമായ അന്തരീക്ഷത്തിൽ തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദവിദ്യാർത്ഥികൾക്കൊപ്പം വൃക്ഷത്തൈ നട്ട് BJP ദേശീയ സഹസംഘടനാ സെക്രട്ടറി ശിവപ്രകാശ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷത്തിന്റെ സമാരംഭമായി എല്ലാ ബൂത്തിലും പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഭാഗമായിട്ടാണ് ശിവപ്രകാശ് ബ്രഹ്മസ്വം മഠത്തിൽ എത്തിയത്. ബ്രഹ്മസ്വം മഠം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പാഴൂർ പരമേശ്വരൻ നമ്പൂതിരി, പാഠശാല പ്രിൻസിപ്പൽ കാപ്ര ശങ്കരനാരായണൻ, പ്രധാന വേദാചാര്യൻ വടക്കുംപാട് പശുപതി നമ്പൂതിരി, മറ്റ് വേദാചാര്യന്മാർ തുടങ്ങിയവരോടൊപ്പം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ഡിവിഷൻ കൌൺസിലർ കൂടിയായ BJP ജില്ലാ ഉപാധ്യക്ഷ വിൻഷി അരുൺകുമാർ, സുധീർ അജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. പാവറട്ടി തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഊട്ടുതിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ജൂൺ 13-നാണ് ഊട്ടുതിരുനാൾ. വികാരി ഫാദർ ഡേവിസ് ചിറമൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പുത്തൂർ, ട്രസ്റ്റിമാരായ ആൻഡോ വടക്കുംപാടൻ, ലിയോ ആലപ്പാട്ട്, തോമസ് ഇടമടത്തിൽ, പിയൂസ് ചാലിശ്ശേരി, കൺവീനർ ജോയ് പാറയ്ക്കൽ, മറ്റു കൺവീനർമാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ തൃശൂർ ടൗൺ ഹാളിന് മുൻപിൽ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും വിതരണം ചെയ്ത് മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN വാസുദേവൻ സ്വാഗതവും ജില്ലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് പന്തലുകാരൻ നന്ദിയും പറഞ്ഞു. MP വീരേന്ദ്രകുമാർ 6ാം അനുസ്മരണ സമ്മേളനം സാഹിത്യ അക്കാദമി ഹാളിൽ പരിസ്ഥിതി ഗവേഷകൻ പ്രൊഫസർ E കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി അധ്യക്ഷം വഹിച്ചു. യൂജിൻ മൊറോലി ആമുഖ പ്രഭാഷണം നടത്തി. യുവജനക്ഷേമ കായിക മന്ത്രി OJ ജനീഷ്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് E രവീന്ദ്രനാഥ്, PJ മാത്യു, IA റപ്പായി, വിൻസെന്റ് പുത്തൂർ, KC വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി മാനേജർ വിനോദ് P നാരായണൻ സ്വാഗതം പറഞ്ഞു. കൂടുതലായി അനുഭവങ്ങളിലൂടെ നേരിട്ടുള്ള പരിചയത്തിലൂടെയൊക്കെ അദ്ദേഹത്തെ ഓർത്തെടുക്കാനും നിങ്ങൾക്ക് മുമ്പ് കൃത്യമായി വരച്ചു കാണിക്കാൻ സാധിക്കുന്ന ഒട്ടനവധിയായ നേതാക്കന്മാർ രാഷ്ട്രീയ കുടുംബ പ്രതിരോധം നിവേദിക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ, ഞാൻ സ്കൂൾ പഠന കാലഘട്ടത്തിൽ പത്രം വായിക്കുന്ന സമയങ്ങളിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജുകളിൽ പലപ്പോഴും വരാനുള്ള വളരെ വായിക്കാനും വായിച്ച് മനസ്സിനകത്തേക്കുള്ള ആശയം പരിവർത്തനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള തുലികയുടെ ശക്തിയോട് കൂടിയിട്ടുള്ള എഴുത്തുകൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരത ജനതാ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷോൺ ജോർജ് വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ വിതരണവും സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷാജൻ KP അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കോർപ്പറേറ്റീവ് മാനേജർ ഡോക്ടർ സിസ്റ്റർ OV ജിൻസി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്കൂളിന്റെ പ്രധാന അധ്യാപികയായ ബിനു ടീച്ചർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബിപോൾ മാഷ് സ്വാഗതം പറഞ്ഞു. ഭാരത ജനതാ പാർട്ടി ജില്ലാ ഭാരവാഹി തിമോത്തി വടക്കൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഫെബിൻ ഫ്രാൻസിസ്, രാജൻ നെല്ലങ്കര തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്.
ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കരിമത്ര മഹാത്മാ യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിക്കുന്നതിനായി അമ്പലപ്പാട് പ്രദേശത്ത് പാതയോരങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ട് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട് അധ്യക്ഷനായി. ഭാരവാഹികളായ വിനോദ് മാടംവന, ജെയിംസ് കുണ്ടുകുളം, PT ഔസേബ്, PV ലോനപ്പൻ, PJ ഷാരോൺ, M അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഒപ്റ്റിക്കൽ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ പേൾ റീജൻസിയിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് MP സലീം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് PS അക്ബർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സജുലാൽ മുഖ്യപ്രഭാഷണം നടത്തും. യോഗത്തിൽ 70 വയസ്സ് തികഞ്ഞ വ്യാപാരികളെ സംസ്ഥാന ട്രഷറർ MU തങ്കച്ചൻ ആദരിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംസ്ഥാന രക്ഷാധികാരി ജോർജ് വർഗീസ് ജോസ് അനുമോദനങ്ങൾ നേരും. തദ്ദേശ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യാപാരികളെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ശ്രീജിത്ത് ആദരിക്കും. മെമ്പർ മരണമടഞ്ഞാൽ 6 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന VKR കുടുംബ സുരക്ഷാ പദ്ധതിയുടെ 2ാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PS അക്ബർ, ജില്ലാ സെക്രട്ടറി ഉല്ലാസ് P ജോൺ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ശ്രീജിത്ത്, ജില്ലാ ട്രഷറർ ജോമോൻ ചിറ്റിലപ്പള്ളി, ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് അമ്പലപ്പാട് UP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് KA മത്തായി അധ്യക്ഷം വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റർ CN ശോഭന, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ജോൺസൺ മല്ലിയത്ത്, PV ഹസനാർ, IA സലീല തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം വർഗീസ് വാഗീൽ സ്വാഗതവും സെക്രട്ടറി ഫാദർ PK തോമസ് നന്ദിയും പറഞ്ഞു. കുർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശ്രീമുരുകന്റെ തിരുവാഭരണമായ സ്വർണ ഇരട്ടയിഴ മണിമാല നഷ്ടപ്പെടുകയോ കളവു പോവുകയോ ചെയ്തിരിക്കുന്നുവെന്ന് കുർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം സംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രിയുടെയോ മേൽശാന്തിയുടെയോ അനുമതിയില്ലാതെ അമൂല്യങ്ങളായ ദേവീദേവന്മാരുടെ തിരുവാഭരണങ്ങൾ ഒരുക്കി സ്വർണക്കട്ടിയാക്കി കുർക്കഞ്ചേരി SNBB യോഗം ഭരണസമിതി ആചാരം ലംഘനം നടത്തി ഭക്തജനങ്ങളെ വഞ്ചിച്ചു. ക്ഷേത്രത്തിലെ മുരുകന്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും വഴിപാടായും സംഭാവനയായി ലഭിക്കുന്ന സ്വർണത്തെക്കുറിച്ചും ദേവീദേവന്മാരെ ചാർത്തുന്ന തിരുവാഭരണത്തെക്കുറിച്ചും വിശദമായി അന്വേഷിച്ച് മേൽ നടപടികൾ പരിഗണിക്കാനായി റിപ്പോർട്ട് അടുത്ത യോഗം വാർഷിക പൊതുയോഗത്തിൽ സമർപ്പിക്കുവാനാണ് തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. AC ഷൺമുഖദാസ് ഫൗണ്ടേഷൻ സംഘടനയുടെ പൊതുപരിപാടി ജൂൺ 7 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ സംഘടിപ്പിക്കുന്ന ഗാന്ധിസവും എന്ന സംവാദം NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ PN ഗോപികൃഷ്ണൻ വിഷയാവതരണം നടത്തും. ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഫൗണ്ടേഷൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് മാരാത്ത് ആമുഖ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ AC ഷൺമുഖദാസ്, ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, വൈസ് ചെയർമാൻമാരായ CL ജോയ്, UK ഗോപാലൻ, കൺവീനർ TG സുന്ദർലാൽ, ട്രഷറർ M ഗിരീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പനമ്പള്ളി നഗർ ലേബേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. ഡയറക്ടർ ജോൺസൺ മലിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാചരണം പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്ന ആപ്തവാക്യമുയർത്തി
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാചരണം പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. രാവിലെ 10:30 സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS വിനയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ് തുടങ്ങിയവർ ചേർന്ന് ഇലഞ്ഞിമരം നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ നാം എന്നും സ്നേഹത്തോടെയും കരുതലോടെയും സംരക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രകൃതി നമുക്ക് നൽകുന്ന പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS വിനയൻ, പഞ്ചായത്ത് അംഗം അജു തോമസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജി ഗരിജ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ സുനന്ദ CK, പ്രധാനാധ്യാപിക റോസ്മിൻ തോമസ്, ബ്ലോക്ക് GEO ജ്യോതി T ജോർജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആ ഒരു സ്നേഹവും ബന്ധവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന, ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദിവസം ആണ് ഈ ജൂൺ 5 എന്ന് പറയുന്നത്. അത് കേവലം ഒരു ദിവസത്തെ ദിനാചരണത്തിനോട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. അത് ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രകൃതിയെ സ്നേഹത്തോടു കൂടി നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമുക്കറിയാലോ, പ്രകൃതിയെ നമ്മൾ ഏതെങ്കിലും തരത്തില് ദോഷകരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രകൃതി നമ്മളോട് പറയില്ല, വഴക്ക് കൂടുകയൊന്നുമില്ല, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുകയൊന്നുമില്ല. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ പലതരത്തിൽ നമ്മൾ അനുഭവിക്കും, അല്ലെ? വലിയ പേമാരിയായി, വലിയ വെള്ളക്കെട്ട്, വലിയ സുനാമികള്, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രകൃതിയുടെ തിരിച്ചടികളായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുടനീളം നമുക്കത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ പ്രകൃതിയും നമ്മളും തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകണം. രണ്ട് വഴിക്ക് പോയിക്കൂടാ. രണ്ടും ഒരേപോലെ നല്ല രീതിയിൽ യോജിച്ച പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതിനാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് 1972 തന്നെ ആ കാലഘട്ടം മുതൽ ഈ ദിനത്തിന്റെ പ്രാധാന്യം ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ ദിനാചരണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള കാർഷിക സർവകലാശാലയിലെ വിശ്വനാഥൻ മെമ്മോറിയൽ ഹെർബൽ ഗാർഡനിൽ നക്ഷത്ര വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഫസറുമായ ഡോക്ടർ സജിത റാണി തന്റെ ജന്മനക്ഷത്രമായ മകവുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ പേരാൽ തൈ നട്ടു. ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരള കാർഷിക സർവകലാശാലയുടെ അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പദ്ധതി മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് ആൻഡ് ബെറ്റൽ വൈൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളായിരുന്നു ഇത്. പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഡോക്ടർ വന്ദന വേണുഗോപാൽ, ഡോക്ടർ C ബീന, പദ്ധതിയിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലീന ഫ്രാൻസിസിന്റെ കരുതലിൽ 4 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഭൂമി. പാണഞ്ചേരി പഞ്ചായത്തിൽ ഭൂമിയില്ലാത്ത 4 കുടുംബങ്ങൾക്ക് ചെറുവത്തൂർ ലീന ഫ്രാൻസിസ് 15 സെന്റ് ഭൂമി നൽകി. ഉപഭോക്താക്കളുടെ പേരിൽ ആക്കിയ ഭൂമിയുടെ ആധാരം പഞ്ചായത്ത് പ്രസിഡന്റ് വിനു വർഗീസ് ഉപഭോക്താക്കൾക്ക് കൈമാറി. വാർഡ് മെമ്പർ വിനോദ് തേനംപറമ്പിൽ അധ്യക്ഷനായി. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ലീന ഫ്രാൻസിസ് 15 സെന്റ് ഭൂമി പഞ്ചായത്തിന് കൈമാറുവാൻ തീരുമാനിച്ചത്. നിലവിൽ ഈ ഭൂമിയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണവും കുഴൽക്കിണർ നിർമ്മാണവും പൂർത്തിയായി. ഗുണഭോക്താക്കൾക്ക് നൽകിയ ഭൂമിയിൽ ഉടനെ തന്നെ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണം ആരംഭിക്കും. വിലങ്ങന്നൂർ പായങ്കണ്ടത്തെ ഭൂമിയോട് ചേർന്ന് നടന്ന പരിപാടി ലീന ഫ്രാൻസിസിനെ പൊന്നാടയിട്ട് ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോളി ജോർജ്, സീന വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി സദാനന്ദൻ, സന്ധ്യ ഷാജി, സോഫി ജിജി, ആര്യ ശരത്, ജോസ് ഹ്യൂബർട്ട്, ജോജോ കണ്ണാറ, മുൻ പഞ്ചായത്ത് അംഗം ബാബു തോമസ്, ഷിബു പോൾ, സജി താനിക്കൽ, BS എഡിസൺ, ആശാ വർക്കർ, അങ്കണവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, VOമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന നമുക്ക് എത്രയോ പേർക്ക് ഇഷ്ടംപോലെ ധാരാളം ഭൂമിയുണ്ട്. ആർക്കൊക്കെ ഇങ്ങനൊരു മനസ്സ് തോന്നുന്നുണ്ട്. ഈ ചേച്ചിയെ, ഈ ലീന ഫ്രാൻസ് ചേച്ചിയെ എത്ര നന്ദി പറയണമെന്ന് അറിയില്ല.
വളരെയധികം ഇതുപോലെ ശരിക്കും മനുഷ്യനായി കാണാൻ നമുക്ക് പലർക്കും അറിയില്ലാത്ത കാലമാണ്. എത്രയോ പാവങ്ങൾ ഇങ്ങനെ വീടില്ലാണ്ടും ഒരു സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുന്ന അനേകം പേര് നമ്മുടെ ഈ നാട്ടിലുണ്ട്. നമ്മൾ അവരെയൊക്കെ തിരിച്ചറിയണം എന്നുള്ള ഒരു ഇതാണ് ഈ ചേച്ചിയിലൂടെ നമ്മൾക്ക് കാണുന്നത്. ഈ ചേച്ചിയുടെ പ്രവർത്തനത്തെ വളരെയധികം മറ്റുള്ളവർക്ക് മാതൃകയായി മുന്നോട്ട് പോകാൻ എല്ലാവിധ ചെയ്യുന്നു, മുന്നോട്ട് പോകാൻ. പിന്നെ ഇനി ആ 4 സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 സ്ഥലത്തും എത്രയും പെട്ടെന്ന് നല്ലൊരു ഭവനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള മുന്നോട്ട് പ്രവർത്തനങ്ങളെല്ലാം എത്രയും വേണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും വേഗം തന്നെ ഞങ്ങൾ ചെയ്തു തരുമെന്ന് ഞങ്ങൾ വാക്കുതരുന്നു. ഇങ്ങോട്ട് നോക്കണേ. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന സഖാവ് KU ബിജു സ്മാരക സൗത്ത് ഇന്ത്യൻ ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജൂൺ 7 MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500 താരങ്ങൾ അണ്ടർ 10, അണ്ടർ 15 ഓപ്പൺ കാറ്റഗറിയിൽ പങ്കെടുക്കുന്ന ടൂർണമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ചെസ് ടൂർണമെന്റുകളിൽ ഒന്നാണ്. സമാപന സമ്മേളനത്തിലും വിവിധ പരിപാടികളിലും ചെസ് ഒളിമ്പ്യൻ ഡോക്ടർ NR അനിൽകുമാർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുക്കും. മത്സര വിജയികൾക്കായി 2 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസുകൾ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ചെസ് ദേശീയ താരവുമായ KS പ്രീത, DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, ട്രഷറർ KS സെന്തിൽ കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ലക്ഷ്മിക്ക് സുരക്ഷിത ഭവനമൊരുക്കി സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണാറ ചോരക്കുന്ന് തെക്കൂട്ട് ലക്ഷ്മിയുടെ വീട് വാസയോഗ്യമാക്കി നൽകി. വീട്ടിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ താക്കോൽദാനം നടത്തി. സെറാഫ്സ് പ്രസിഡന്റ് ഫാദർ CM രാജു അധ്യക്ഷത വഹിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട ലക്ഷ്മിക്ക് വാർദ്ധക്യകാലമായിട്ടും ഒരു സുരക്ഷിത ഭവനം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല. സർക്കാർ സഹായം കൊണ്ട് പണി ആരംഭിച്ചുവെങ്കിലും വീടിന്റെ ചുമർ നിർമ്മാണം വരെ പൂർത്തിയാക്കാനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് താൽക്കാലികമായി പണിത മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നു. ലക്ഷ്മിയുടെ ദുരവസ്ഥ വാർഡ് മെമ്പർ ആര്യ ശരത്തിലൂടെ അറിഞ്ഞ സെറാഫ്സ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഉറപ്പുള്ള മേൽക്കൂര നിർമ്മിച്ച് ചുമർ പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റിംഗ് അടക്കമുള്ള എല്ലാ പണികളും തീർത്ത് നൽകുകയായിരുന്നു. 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വാർഡ് മെമ്പർമാരായ ആര്യ ശരത്, സോഫി ജിജി, സെറാഫ്സ് അംഗങ്ങളായ എബ്രഹാം നാജിറ, ഈശോ ജോയ്, ജോസ് തുരുത്താട്ട്, ഷിബു TJ, അനിൽ
CP, ബെന്നി TV, ഷാജി TS തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തന മേഖലയിൽ വീണ്ടും ഒരു ഭവനം കൂടി നമുക്ക് താമസയോഗ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയോളം നമുക്ക് ഈ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വന്നു എങ്കിലും ഈ ചേച്ചിക്കും കുടുംബത്തിനും അവിടെ താമസിക്കുവാൻ തക്കവണ്ണം ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി താമസം തുടങ്ങുന്ന ചേച്ചിക്ക് താക്കോൽ നൽകുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മിനു ടീച്ചറിനാണ്. ടീച്ചർ ഇതിനു മുമ്പും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പല ഭവനങ്ങളും കൈമാറാൻ നേരത്ത്. അതുപോലെ പൂവൻചിറയിൽ നിന്ന് 3 പവൻ സ്വർണം മോഷണം പോയ കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ പൂവൻചിറ സ്വദേശിയുടെ 3 പവൻ സ്വർണമാല മോഷണം പോയ കേസിൽ പ്രതി പോലീസ് പിടിയിലായി. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി ടാർസൻ മനീഷാണ് PG പോലീസിന്റെ പിടിയിലായത്. ബുധനാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് സംഭവം. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പൂവൻചിറ സ്വദേശിനി ലാവണ്യയുടെ 3 പവൻ സ്വർണമാല പ്രതി മോഷ്ടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പരാതിയെ തുടർന്ന് PG സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. സമാനമായ നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാളെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് മോഷ്ടിച്ചയാൾ പിടിയിൽ. തൃശൂർ നെഹ്റു പാർക്കിൽ നിന്നും 1 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും 3500 രൂപയും അടങ്ങുന്ന ബാഗ് മോഷ്ടിച്ച കേസിലെ പ്രതിയായ കൊല്ലം മുണ്ടക്കൽ സ്വദേശിയായ രൂപം നിവാസിലെ രാഗേന്ദ്രൻ എന്നയാളെയാണ് പിടികൂടിയത്. പാർക്കിലിരുന്ന അത്താണി സ്വദേശിനിയുടെ ഹാൻഡ് ബാഗ് മോഷണം പോവുകയായിരുന്നു. ഇക്കാര്യം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. പ്രതിയുടെ CCTV ദൃശ്യം ലഭിക്കുകയും പിന്നീടുള്ള അതിസമർത്ഥമായ അന്വേഷണത്തിൽ പ്രതിയെ റൗണ്ടിലെ ആനക്കോട്ട പരിസരത്ത് നിന്നും പിടികൂടുകയായിരുന്നു. പ്രതിക്ക് ഗുരുവായൂർ ടെമ്പിൾ, റെയിൽവേ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 2 കേസുകൾ നിലവിലുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ M. ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ കിരൺ C. നായർ, സബ് ഇൻസ്പെക്ടർമാരായ റെജി രാജ്, അനുശ്രീ C. ബാലൻ, ഉദയകുമാർ, സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷൈജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൂരജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, ഹരീഷ്, ദീപക്, റെനിഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മരുന്നും മാരകായുധങ്ങളുമായി 5 യുവാക്കൾ ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന രഹസ്യ റെയ്ഡിൽ രാസലഹരിയും അവ സംസ്ഥാനത്തുടനീളം വിൽപ്പന നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന 60ഓളം സിപ്ലോക്ക് കവറുകളും ഇലക്ട്രോണിക് ത്രാസുകളും മുഖം മൂടികളും ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പെപ്പർ സ്പ്രേയും മാരകായുധങ്ങളുമായി നിരവധി കേസുകളിൽ പ്രതിയായ 5 യുവാക്കൾ ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. നടത്തറയിൽ പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ രാസലഹരി ഉപയോഗവും കച്ചവടവും പതിവാക്കിയ വർക്ക്ഷോപ്പ് ഉടമയും ഡാൻസ് മാസ്റ്ററും ഉൾപ്പെടുന്ന 5 യുവാക്കളെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മണ്ണുത്തി സ്വദേശി ഫ്രെനി ഫ്രാൻസിസ്, അമ്മാടം സ്വദേശി അനൂപ്, കോടന്നൂർ സ്വദേശി ജഗൻ, അമ്മാടം പള്ളിപ്പുറം സ്വദേശി അജുൻ, ഫോർട്ട് കൊച്ചി സ്വദേശി ഷാമിൽ ഷാജഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവിടെ രാത്രിയും പകലുമായി വന്നു പോകുന്ന സാമൂഹ്യ വിരുദ്ധർ പരിസരവാസികൾക്ക് സ്ഥിരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണെന്ന് ഒല്ലൂർ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ദിവസങ്ങളായി ഈ പരിസരം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഹരിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ സംസ്ഥാനത്തുടനീളം നടന്നുവരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന ഈ ഓപ്പറേഷനിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നിർദ്ദേശാനുസരണം ഒല്ലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KP ടോംസന്റെ മേൽനോട്ടത്തിൽ ഒല്ലൂർ ഇൻസ്പെക്ടർ MS ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ GS മാത്യു, സിവിൽ പോലീസ് ഓഫീസർമാരായ KN നീരജ് മോൻ, PP അജിത്, S വിനീത്, TG സുനീഷ്, PR സുനീഷ് തുടങ്ങിയവരാണ് പ്രതികളെ പിടികൂടിയത്. ഏങ്കക്കാട് ദേശം മുൻ പൂരം കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായിരുന്ന സുകുമാരൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഭാരതപ്പുഴ ശാന്തി തീരത്ത് നടത്തുന്നതാണ്.
ഭാര്യ രുക്മണി, മക്കൾ വിനോദ്, സന്തോഷ്, ഇന്ദു, മരുമക്കൾ പ്രവീണ, ധന്യ, വാസുദേവൻ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും സാപ്പ് ഷോപ്പും സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷം സമുചിതമായി ആചരിച്ചു. പഞ്ചായത്ത് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സാപ്പ് ഷോപ്പും പഞ്ചായത്തിൽ വിപുലമായ രീതിയിൽ നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോളി ജോർജ്, വിനോദ് തേനമ്പറമ്പിൽ, സീന വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ, ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, തൊഴിലുറപ്പ് മേറ്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മറന്നുപോവാണ് യഥാർത്ഥത്തിൽ. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ, നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക. കഴിഞ്ഞ വർഷം ഇതുപോലെ പരിപാടി കഴിഞ്ഞിട്ട് എത്ര പേര് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ പരിസരത്ത് എൻ്റെ വീട്ടിൽ ഒരു തൈ നട്ടിട്ടുണ്ട്? ആ തൈ നട്ട തൈ ഇന്ന് അവിടെ ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഒരു ചെടി നടുമ്പോൾ, ഒരു ചെടി മുറിക്കാൻ നമ്മൾ വളരെ ഉത്സാഹത്തോടെ പല മരങ്ങളും മുറിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കണ്ടോ, ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ 10 മരം നടണം എന്ന് പറച്ചിലല്ലാണ്ട് നമ്മൾ ആരെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പൊ കേരളത്തിൽ തന്നെ ഭംഗിയുള്ള കേരളം എന്ന്, സുന്ദര കേരളം എന്ന് മറ്റുള്ള എല്ലാവരും തന്നെ പറയാറുണ്ട്. പല ആൾക്കാരും കേരളത്തെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നല്ല പച്ചപ്പുള്ള ഇത്ര ഭംഗിയുള്ള ഒരു സ്റ്റേറ്റ് വേറെ അധികം എവിടെയും കാണുന്നില്ല എന്ന് എനിക്കറിയാം. ഈ ഭംഗി ആസ്വദിക്കാൻ തന്നെയാണ് പല വിദേശീയരും നാട്ടിലേക്ക് വരുന്നത്. ഈ ഭംഗിക്ക് കാരണം എന്താ? നമ്മുടെ പൂർവികര് ധാരാളം മരം വെച്ച് പിടിപ്പിച്ചത് കൊണ്ടാണ്. ഇത് കണ്ടിട്ട് വേണം നമ്മുടെ വരും തലമുറ ഇതുപോലെ ചെയ്യുവാൻ. നമ്മൾ വെച്ച് പിടിപ്പിക്കും. ഇപ്പൊ നമ്മൾ ചക്ക മാങ്ങയൊക്കെ തിന്നുന്നു, എല്ലാം നമ്മൾ തന്നെ വെച്ചതാണോ നമ്മൾ ചിന്തിക്കുക? നമ്മൾക്ക് അത് അനുഭവിക്കാൻ ഇടയായത് നമ്മുടെ പൂർവികര് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കും മന്ത്രി M. ലിജു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ DYFI നേതൃത്വത്തിൽ രേഷ് ബാബുവിന്റെ കസ്റ്റഡി മരണം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെക്കേ ഗോപുരനടയിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീര കർഷക ദിനം ആചരിച്ചു. കണ്ണാറ, പട്ടിക്കാട്, വിലങ്ങന്നൂർ മലയോര ഹൈവേ കമ്പനിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.